ടു അവർ ചാനൽ. സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഗിഫ്റ്റ് ഐഡിയ ആണ് ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പറിൻ്റെയൊക്കെ സൈസ് വരുന്ന പേപ്പർ എടുത്തേക്കുന്നത്. ഇത് 250 GSM ഒക്കെ തിക്നെസ് വരുന്നതാണ് കേട്ടോ, നോർമൽ ചാർട്ട് പേപ്പർ അല്ല. അപ്പോൾ ഈ പേപ്പർ തിക്നെസ്സും കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. GSM എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെയിറ്റ് ആണ് കേട്ടോ, അതായത് g/cm². വെയിറ്റ് കൂടാന്ന് വെച്ചാൽ അതിൻ്റെ തിക്നെസ് കൂടാം, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബോക്സിൻ്റെ സൈസൊക്കെ ഞാൻ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവിടെ 2 ലെയർ വരുന്നൊരു ബോക്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു 11 cm റേഡിയസ് എന്ന് പറഞ്ഞല്ലോ, ആ റേഡിയസ് 11 cm നമ്മൾ കോമ്പസിലെടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. എന്നിട്ട് അതേ 11 cm തന്നെ വെച്ചിട്ട് ഇങ്ങനെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 പോയിൻ്റ് ഇങ്ങനെ കിട്ടും. ആ ഓരോ പോയിൻറ്റും ഓൾട്ടർനേറ്റ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാറിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടിയുള്ള ആ ഒരു പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് 6 സൈഡും അങ്ങനെ വരയ്ക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെക്സഗൺ ഷേപ്പ്, അതായത് 6 സൈഡ്സ് വരുന്ന ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി ആ ഓരോ പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 cm അത് പുറത്തേക്ക് വരച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെയാണ് വരച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അതിൽ ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം മായ്ച്ച് കളയാം. ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കോമ്പസിഷൻ സ്കോർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് അത് മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ലെയറിന് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് പറഞ്ഞല്ലോ, ആ മെഷർമെൻറ്റ് വെച്ചിട്ട് സെക്കൻഡ് ലെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ലിഡ് ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് പറഞ്ഞല്ലോ, ഫസ്റ്റ് ലെയറിൻ്റെ ലിഡാണ്. അപ്പം റേഡിയസ് നമ്മൾ 11.5, അതായത് ഒരു 1/2 cm കൂട്ടിയെടുക്കുക. എന്നിട്ട് ബാക്കി നമ്മളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കേട്ടോ, എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നേരത്തെ പോലെ സൈഡൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു. ഇനി അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 cm ആണ്. അപ്പോൾ 6 cm വേണം പുറത്തേക്ക് ഇട്ടിട്ട് വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ കണ്ടോ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്നത്, അതും കണക്ട് ചെയ്ത് വരച്ചു പോവുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ ലെഡ് ഉണ്ടാക്കുന്നതിൽ അത്രയും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അതും കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടോട്ടൽ ഔട്ടർ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡ്സ് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു ചെറിയൊരു ടിപ്പ് ചെയ്യാം. അതായത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിറ്റർ ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഈ ഒരു ലിഡ്. ഇതിപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോയും കൂടി ഒന്ന് എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ച് അങ്ങനെ എടുക്കുകയാണെങ്കിലും ചെയ്യാം. ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്.
ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാം കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം കേട്ടോ. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്കറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലിഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അകത്തുള്ള ലെയറിനുള്ള ലിഡും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബേസ് ലെയറെല്ലാം ഒന്ന് പാറ്റേൺ പേപ്പറൊക്കെ ഒട്ടിച്ച് ഒന്ന് നീറ്റാക്കി എടുക്കാം. ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലിരിക്കുന്നിടം മാത്രമാണ് പാറ്റേൺ പേപ്പർ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 1/2 സെൻറ്റിമീറ്റർ ചുറ്റും വിട്ടിട്ട് വേണം അത് പാറ്റേൺ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഇരിക്കും. അതേപോലെ തന്നെ അകത്തുള്ള സെക്കൻഡ് ലെയർ അതും കൂടി നമുക്ക് ഈ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെയർ ഈ ഫസ്റ്റ് ലെയറിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ചോക്ലേറ്റ്സും കൂടി വെച്ചെടുത്താൽ മതി. ചോക്ലേറ്റ്സ് അപ്പോൾ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ സിലിയൻസ് ക്രാഫ്റ്റ്.